ആദ്യം ഞാൻ ഈ പൾസർ സുനിയുമായി സംസാരിച്ച റോഷിയിലേക്കാണ് ആദ്യം പോകുന്നത്. റോഷി, ഇന്ന് രാവിലെ മുതൽ പൾസർ സുനി പറഞ്ഞ ഓരോരോ ഭാഗങ്ങളായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പൾസർ സുനിയുടേത് ഒരു കുറ്റബോധത്തിൽ നിന്നുള്ള പ്രതികരണമായി നമുക്ക് കാണാമോ? കാരണം ഇപ്പോൾ ഇത് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച, വിചാരണ പൂർത്തീകരിച്ച് അന്തിമ വാദം നടക്കുന്ന കേസാണ്. ഈ ഘട്ടത്തിലാണ് എവിടേക്കോ അതിജീവിതയ്ക്ക് നീതി നഷ്ടപ്പെടുമെന്ന ആശങ്ക വരുമ്പോൾ പൾസർ സുനിയുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഇത് എത്രത്തോളം പ്രധാനമാണ് ഈ ഘട്ടത്തിൽ ഋഷിപാൽ? സ്മൃതി, ഇത് സ്വമേധയായുള്ള പൾസർ സുനിയുടെ ഒരു ഏറ്റുപറച്ചിലല്ല. കൃത്യമായി ഏത് സാഹചര്യത്തിലാണ് പൾസർ സുനിയെ കാണുന്നത് എന്ന് പൾസർ സുനിയെ ബോധ്യപ്പെടുത്തുകയും പിന്നീട് വിശ്വാസം നേടിയെടുക്കുകയും ചെയ്തു. ദിവസങ്ങളോളം നീണ്ട ഒരു ഫോളോ അപ്പിൻ്റെ ഒടുവിലാണ് പൾസർ സുനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതും ഞാൻ എഴുതുന്ന ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിലേക്കുള്ള ചില വിവരങ്ങൾ അത് കൈമാറാൻ വേണ്ടിയുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയിൽ ചില കാര്യങ്ങൾ പൾസർ സുനി പറയുന്നു. അതിൽ കുറ്റബോധത്തോട് ആണ് അങ്ങനെ പറയുന്നതെന്ന് ഒരിക്കലും ബോധ്യമാകുന്നില്ല. പലതും ഒളിച്ചു വെക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ കൃത്യമായി പൾസർ സുനി പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുന്നതും ഈ കേസിൽ ഏറ്റവും പ്രധാനമാകേണ്ടിയിരുന്ന തെളിവായ മൊബൈൽ ഫോൺ, ആ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണിനൊപ്പം ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മെമ്മറി കാർഡ് കൂടിയുണ്ട്. അത് യഥാർത്ഥ മെമ്മറി കാർഡ്. ഇത് രണ്ടും പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് രണ്ടും എവിടെയാണുള്ളതെന്ന് പൾസർ സുനിക്ക് അറിയാമെന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ആ സംസാരത്തിൽ. കാരണം മൊബൈൽ ഫോണ് എവിടെയാണ് ഒളിപ്പിച്ചതെന്ന ചോദ്യത്തിന് അത് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമാണെന്ന മറുപടിയാണ് പൾസർ സുനിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം ഈ മെമ്മറി കാർഡിൻ്റെ ദൃശ്യങ്ങളുടെ പകർപ്പ് കൈമാറുകയും അഭിഭാഷകർക്ക് അത് പിന്നീട് കോടതിയിലും പിന്നീട് പോലീസിനും ലഭിച്ചു. പക്ഷേ യഥാർത്ഥ മെമ്മറി കാർഡ് ഏതോ ഒരിടത്ത് പൾസർ സുനി സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് പൾസർ സുനിക്കറിയാം, പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ പോലും പറയാത്ത കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. അത് 150 അതിൽ 1.5 കോടിയുടെ ഒരു കൊട്ടേഷനാണ്. ഈ നടിയെ ആക്രമിച്ചത് ബലാത്സംഗ കൊട്ടേഷനാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പൾസർ സുനി പറയുന്നത് ദിലീപിൻ്റെ കൊട്ടേഷനാണ്. അതിൽ ലഭിച്ച പണം എങ്ങനെയാണ് വാങ്ങിയതെന്ന് കൃത്യമായി പറയുന്നു. അതിൽ 80 ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ടെന്ന് പറയുന്നു. ഈ പണത്തിന് വേണ്ടി പൾസർ സുനി ജയിലിനകത്ത് നിന്നും അപ്പുണ്ണിയെ, ദിലീപിൻ്റെ സഹായി, വിശ്വസ്തൻ, മാനേജർ എന്നൊക്കെ അറിയപ്പെടുന്ന അപ്പുണ്ണിയെ വിളിക്കുന്നു. അപ്പുണ്ണി പക്ഷേ മോശമായി പ്രതികരിച്ചതോടെ പണം കിട്ടുമെന്ന പ്രതീക്ഷ അസ്തമിക്കുന്നു. പിന്നീട് കൂട്ടുപ്രതിയായി വിജീഷുമായി ആലോചിച്ച് പണം വേണ്ടെന്ന ഒരു തീരുമാനമെടുക്കുകയും പോലീസിനോട് കാര്യങ്ങൾ തുറന്നു പറയാം. പോലീസ് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഒന്നും പറയാതെ മൗനം പാലിക്കുകയായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ പോലീസിൻ്റെ നിരന്തര ചോദ്യം ചെയ്യൽ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും. പക്ഷേ ഇതിലൊക്കെ പറയുമ്പോൾ ഒന്നുറപ്പാണ്, ദിലീപുമായി ആത്മബന്ധം നിലനിർത്താൻ പൾസർ സുനി ശ്രമിക്കുന്നുണ്ട്. അതിന് ആഗ്രഹവുമുണ്ട്. അത് പലപ്പോഴായി ആ സംസാരത്തിനിടയിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീട് ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, കൂടുതൽ നടിമാർ ഈ സംഭവത്തിന് മുമ്പ് തന്നെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യമാണ്. അത് സ്ഥിരീകരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പലർക്കും അറിയാം, ദിലീപിനെ അറിയാം. അതൊക്കെ പക്ഷേ അവിടെ തന്നെ ഈ സംഭവം പോലീസിലെത്താതെ ഒത്തുതീർപ്പായി എന്നാണ് പൾസർ സുനി വ്യക്തമാക്കുന്നത്. അത് ആർക്കു വേണ്ടിയായിരുന്നു? ഈ പറയുന്ന ഈ ഇപ്പോഴത്തെ പ്രതിക്ക് വേണ്ടി തന്നെ ആയിരുന്നോ? അതിൽ ഇതൊരു വ്യക്തത അയാൾ വരുത്തുന്നുണ്ടോ? ദിലീപിന് വേണ്ടിയാണോ എന്ന എൻ്റെ ചോദ്യത്തിന് അല്ല എന്ന് പറയുകയും പിന്നീട് എല്ലാം ദിലീപിനെ അറിയാം, ഇതൊക്കെ ദിലീപിനെ അറിയാം എന്നൊരു മറുപടിയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമായി പറഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇവരാരും പരാതി നൽകാത്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല. പക്ഷെ അത് വളരെ പ്രധാനമാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതേ മാതൃകയിൽ ക്രൂരമായ കൃത്യം നിർവഹിച്ചിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഈ നടിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ പൾസർ സുനി ഏറ്റെടുക്കുന്നതും. അത് സമാനമായ രീതിയിൽ തന്നെ തീർപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അത് പല ഘട്ടങ്ങളിലായി പറയുന്നുണ്ട്. 90 ദിവസം ജയിൽ കിടന്നാൽ മതിയെന്ന അഭിഭാഷക നൽകിയ ഉറപ്പ്. പക്ഷേ ഈ കോടതി ഇതിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ചിലപ്പോൾ ഒത്തുതീർക്കാനുള്ള സാധ്യതകൾ ഇങ്ങനെ പലതായി പറയുന്നു. പിന്നീട് പി.ടി. തോമസിൻ്റെ ഇടപെടൽ, ആ പി.ടി. തോമസ് ഇതിൽ ഇടപെട്ടു എന്ന് മനസ്സിലാക്കിയതോടെ കാര്യങ്ങൾ കൈവിട്ടു എന്നാണ് പൾസർ സുനി പറയുന്നത്. ആൻഡോ ജോസഫ് ഇത് അറിഞ്ഞു. അപ്പോഴൊക്കെ കാര്യങ്ങൾ കൈവിട്ടു. ഇനി ജയിലിനകത്തേക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കി. പക്ഷെ എന്നാൽ പോലും പ്രതീക്ഷയുണ്ടായിരുന്നു. ഒടുവിൽ പെൺസുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരം മനസ്സിലാക്കി സ്വമേധയാ കീഴടങ്ങാൻ തയ്യാറായി എന്നാണ് പൾസർ സുനി അതിൽ പറയുന്നത്. ഇതിൽ പ്രധാനമാണ് പൂർണ്ണമായും കോടതിയിൽ പറയാത്ത, പോലീസിനോട് പോലും പറയാത്ത പല കാര്യങ്ങളുമുണ്ട്. ഈ കാര്യത്തിൽ പോലീസ് വളരെ വിശദമായ ഒരു പരിശോധന നടത്തിയാൽ വ്യക്തമാവും. ഈ ഫോണും മെമ്മറി കാർഡും എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പൾസർ സുനി പോലീസിനോട് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, നശിപ്പിച്ചെന്ന് മൊഴി നൽകി.
പക്ഷേ അത് സുരക്ഷിതമായി എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു, സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നെ ദൃശ്യങ്ങൾ ചോർന്നു, പലരും കണ്ടിട്ടുണ്ട് എന്ന് പൾസർ സുനി പറയുകയാണ്. ദൃശ്യങ്ങൾ കാരണം എങ്ങനെയാണ് ദിലീപ് കണ്ടിട്ടുണ്ടാകാം, അതെങ്ങനെയാണ് കണ്ടത് എന്നും വിശദീകരിക്കുന്നില്ല. കാരണം നിരന്തരം ഇത് മണിക്കൂറുകൾ സംസാരിച്ചിട്ടാണ് വിശ്വാസം നേടിയെടുക്കാൻ ആദ്യഘട്ടത്തിലൊക്കെ നന്നായി ബുദ്ധിമുട്ടി. ഒരു ദിവസം വലിയൊരു ഭാഗം ചെലവഴിച്ചിട്ടും ഒന്നും പറയാതെ പൾസർ സുനി പറഞ്ഞയക്കുകയായിരുന്നു. പിന്നീട് കാണുമ്പോഴൊക്കെ സംശയത്തോടെ പല രീതിയിൽ ഇതൊന്നും ചിത്രീകരിക്കുന്നില്ല എന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അത് പലപ്പോഴായി ചോദിക്കുന്നുണ്ട്. ഇത് പകർത്തുന്നൊന്നുമില്ലല്ലോ. മാത്രവുമല്ല എൻ്റെ പുസ്തകം അത് പുറത്തിറക്കുന്നത് ഈ വിധിക്ക് ശേഷമായിരിക്കണം എന്ന് പൾസർ സുനി നിർദ്ദേശിക്കുകയും ചെയ്തു. കാരണം അല്ലെങ്കിൽ അത് കേസിനെ ബാധിക്കും. അതുകൊണ്ട് വിധിക്ക് ശേഷമേ ഇത് പുറത്തിറക്കാൻ പാടുള്ളൂ. എഴുതി കഴിഞ്ഞത്, ഞാനുമായി ബന്ധപ്പെട്ടത് എഴുതി കഴിഞ്ഞാൽ അത് എനിക്ക് വായിക്കാൻ അനുവദിക്കണം, ഇത് പുറത്തിറക്കുന്നതിന് മുമ്പ്. ഇങ്ങനെയുള്ള ചില കണ്ടീഷൻ വെച്ചു. ശരി, അങ്ങനെയാണ് ആ സംസാരം നടന്നത്. ശരി, ആ വെളിപ്പെടുത്തലിന്റെ ഒരുപാട് ഭാഗം ഇതിനകം കേരളം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. പ്രൊഫസർ കുസുമം ജോസഫ്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.